ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഞാൻ മോളെ വെച്ച് എൻ്റെ വർക്ക് ലൈഫും പിന്നെ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഉമ്മമാർക്ക് അറിയുന്നുണ്ടാവും, റമദാനിക്ക് നമുക്ക് ഈവനിങ് മാത്രം ഫുഡ് ഉണ്ടാക്കിയാൽ പോരാ, പകലും ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. കാരണം മക്കൾക്ക് നോമ്പുണ്ടാവില്ലല്ലോ, പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്ക്. മോളെ ഞാൻ കഴിഞ്ഞ മാസം മുതൽ ഡേ കെയറിൽ വിട്ടു തുടങ്ങി. കാരണം അവൾ ഇവിടെ നാട്ടിലത്തെ പോലെ അല്ലല്ലോ. നമ്മൾ ഇവിടെ ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ മക്കളെ അടച്ചിട്ട് വളർത്തുന്നതിലും എത്രയോ ബെറ്ററാണ് അവരുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിൽ അവരുടെ പ്രായമുള്ള കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്ത് വളരുന്നത്. അങ്ങനെയൊക്കെ തീരുമാനിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനും കൂടി തീരുമാനിച്ചപ്പോൾ മോളെ വെച്ചിട്ട് എനിക്കങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ ഞാൻ മോളെ ഡേ കെയറിൽ വിടാമെന്ന് വിചാരിച്ചു. കാരണം ഇവളെ വെച്ച് ഞാനിവിടെ വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻ ടൈമും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നിർബന്ധിതരാകും. അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ് ഇവളവിടെ പോകുന്നതെന്ന് തോന്നിയിട്ട് അങ്ങനെ പറഞ്ഞയച്ചാണ്. മാഷാ അല്ലാഹ് ഇപ്പോൾ മോള് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒന്നിനും നോ പറയാത്ത കുറേ ആൻറ്റിമാരും പിന്നെ അവൾക്ക് കുറേ ഫ്രണ്ട്സും ഒക്കെ ആയ കാരണം ഡേ കെയറിൽ പോകുന്നത് മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായി മാറിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ മോൾക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാണ്. അത് ഒരു ഗീ റൈസ്, ഒരു തട്ടിക്കൂട്ട് ഗീ റൈസ് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ കൂടുതലും ഞാൻ മോൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫ്രൈഡ് റൈസോ ഗീ റൈസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും മീറ്റ്സ് വെക്കും. മീറ്റ്സ് മിക്കവാറും മോൾ കഴിക്കാറില്ല, തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ പുളിയില്ലാത്ത തൈര് കുഞ്ഞി ക്യാനായിട്ട് കിട്ടും, ഒരു 100 ഗ്രാമിൻ്റെ ഒക്കെ. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കും ഞാൻ. അപ്പോൾ മോൾക്കത് ഭയങ്കര ഇഷ്ടമാണ്, അത് കഴിക്കാറുണ്ട് കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ അതാണ് ലഞ്ചിനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ തുടക്കത്തിലൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു മോളെ പറഞ്ഞയക്കുന്ന കാര്യത്തിൽ. പിന്നെ അതങ്ങനെ പോയി. ആദ്യത്തെ 2 ആഴ്ച മോള് ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അതങ്ങനെ കുറച്ചും കൂടി മെല്ലെ മെല്ലെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ആൾക്ക് പോകാൻ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മോൾക്ക് ബ്രെഡ് സാൻഡ്വിച്ചാണ് വെച്ച് കൊടുക്കുന്നത്. ചിക്കനും വെജിറ്റബിൾസും യോഗട്ടും കുറച്ച് പെപ്പർ പൗഡർ സാൾട്ടൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അത് ഈ ബ്രെഡിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സാൻഡ്വിച്ച് റെഡിയായി. അപ്പോൾ പിന്നെ ഈ ഒരു ആപ്പിൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചുള്ള എന്താണെന്ന് വെച്ചാൽ ഈ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പിളിൻ്റെ കളർ മാറും. അപ്പോൾ മക്കൾ കഴിക്കാൻ കൂട്ടാക്കില്ല. അപ്പോൾ അതിന് ഞാൻ കണ്ടെത്തിയൊരു ടിപ്പാണ്, ഇതിങ്ങനെ പീൽ ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കുറച്ച് പൊടിപ്പിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്പിളിൻ്റെ കളർ മാറില്ല. അപ്പോൾ പിന്നെ അവർ കഴിക്കാൻ അങ്ങനെ വിസമ്മതിക്കില്ല. അപ്പോൾ ഞാനതിൻ്റെ കൂടെ ഈ 2 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം സാധാരണ നോർമൽ വാട്ടറിൽ ഞാനതൊന്ന് കഴുകിയെടുക്കും. അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ സ്നാക്കായിട്ട് എന്തെങ്കിലും നട്ട്സ് ചിപ്സ് അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാറ്. ചിപ്സിന് പകരം മെയിനായിട്ട് ഞാൻ വല്ല ബനാന അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സാണ് വെക്കാറ്. പക്ഷേ ഇന്നതുണ്ടായില്ല. അപ്പോൾ ഞാൻ കുറച്ച് ബനാന ചിപ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവളുടെ ഡേ കെയറിൽ കൊണ്ടുപോകുന്ന ഫുഡ്. വിളിച്ചുണർത്തലാണ് പിന്നെ ഒരു ടാസ്ക്. പക്ഷേ എണീറ്റ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ആൾ നല്ല ആക്റ്റീവാണ്. അവൾക്ക് അവിടെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡേ കെയറിൽ. കാരണം ഈ പറഞ്ഞ പോലെ അവിടെ കുറേ ആൻറ്റിമാരും കുറേ ഫ്രണ്ട്സും ഒക്കെ ഉള്ള കാരണം മോളവിടെ പോകാൻ ഭയങ്കര ഇഷ്ടം കാണിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഇവർ പോയി കഴിഞ്ഞാലാണ് എൻ്റെ ബാക്കി പണികളൊക്കെ ഞാൻ തുടങ്ങുക. ഫസ്റ്റ് തന്നെ ക്ലീനിങ് നടത്തും ഞാൻ. കാരണം നമ്മൾ നേരെ വർക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞൊന്ന് വന്നിരിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇതാകെ മെസ്സിയായിട്ട് കിടക്കണ കാണുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു തലവേദനയാവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്ലീനിങ് കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞു വെക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ വർക്ക് ഫ്രം ഹോം ചൂസ് ചെയ്യാൻ ഒരു കാരണം മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഡ്യൂറിങ് പ്രഗ്നൻസി എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ദിവസം എങ്ങനെ പോയാലും കുറഞ്ഞത് ഞാൻ 20 പ്രാവശ്യമെങ്കിലും ഛർദ്ദിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അപ്പോൾ ഞാൻ റിസൈൻ ചെയ്തതാണ്. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടും എനിക്ക് പോകാൻ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായില്ല. മോളെ അങ്ങനെ വിട്ട് പോകണ്ടേ. പിന്നെ ഇനിയിപ്പോൾ പോയി തുടങ്ങിയാലും പിന്നെ ഡെയിലി ഡേ കെയറിൽ പറഞ്ഞാക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ഇപ്പം അങ്ങനെ ഡെയിലി ഒന്നും പറഞ്ഞാക്കുന്നില്ല. ഒന്നരാടം എനിക്ക് വർക്കുള്ള ദിവസങ്ങളിലായിരിക്കും മിക്കവാറും ഞാൻ മോളെ പറഞ്ഞാക്കുന്നുണ്ടാവുക.
നമ്മൾ ജോലിക്ക് പോകുമ്പോൾ പറഞ്ഞേക്കാന്ന് പറയുമ്പോൾ അത് മാൻഡേറ്ററി ആയിരിക്കും. പിന്നെ മോൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലീവ് എടുക്കണം. അപ്പോൾ അത് നമ്മളുടെ കരിയറിന് ഗ്രോത്തിനെയും പിന്നെ നമ്മളെ പ്രൊഡക്ടിവിറ്റി അതിനൊക്കെ ബാധിക്കും. പിന്നെ ഹസ്ബൻഡും ജോലിക്ക് പോകുന്നു, ഞാനും ജോലിക്ക് പോകുന്നു. അപ്പോൾ മോളെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധ കാര്യങ്ങളുണ്ടാവില്ല. നമ്മൾ ഭയങ്കര ബിസിയായി മാറും. നമ്മൾ ഇവിടെ ഒന്നിച്ച് നിൽക്കുന്നത് ഉള്ള സമയത്ത് നല്ല സന്തോഷത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ജോലിക്ക് പോകുന്ന കുറേ പേരുണ്ട്, എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് അത് നടക്കില്ല എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് എൻ്റെ വർക്ക് പിന്നെ അതിന് പറ്റിയതുമാണ്. ഞാൻ ഡിസൈനർ ആയ കാരണം എനിക്ക് വീട്ടിലിരുന്നിട്ടായാലും വർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ അങ്ങനെ അധികം വർക്കൊന്നും എടുക്കുന്നില്ലെങ്കിലും ഒന്നരാടെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ പരിപാടിയും കൂടി തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഈ റമദാൻ മുതൽക്കാണ് മെയിനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അൽഹംദുലില്ലാ അത്യാവശ്യം ഓർഡറൊക്കെ വന്നിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ. പിന്നെ അങ്ങനെ കുറേയൊന്നുമില്ല, അത്യാവശ്യം ഒക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു പ്രഗ്നൻറ്റ് ലേഡിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. നാട്ടിലുള്ള ഒരു ഫ്രണ്ട് ഇവിടെ UAE അബുദാബിയിലുള്ള ആളുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫ്രണ്ടിന് വേണ്ടിയിട്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ കുറച്ച് നട്ട്സ്, ആൽമണ്ട്, കാഷ്യൂ, വാൾനട്ട്, പിന്നെ ഒരു സോക്സ്, പിന്നെ ഇതേപോലെ ഒരു കുഞ്ഞി ടെഡി, അത് കീ ചെയിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അതും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ 2 ചോക്ലേറ്റും വെച്ച് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ പിന്നെ ഇതിൽ ഞാൻ വെച്ചിട്ടുള്ള ഈ സ്കാനിങ് റിപ്പോർട്ട് ആക്ച്വലി ഒറിജിനൽ അല്ല, ജസ്റ്റ് ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് അവരുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവുമല്ലോ ഒരു സ്കാനിങ് റിപ്പോർട്ട്. അപ്പോൾ അത് ഇതിനുള്ളിൽ സിമ്പിളായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അവരുടെ ഒരു ഫോട്ടോ, ഈ 2 ഐറ്റം കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ഹാമ്പറിൻ്റെ പരിപാടി. ഇന്ന് എനിക്ക് അങ്ങനെ വേറെ അധികം പരിപാടീസ് ഒന്നുമില്ല. അങ്ങനെ വേറെ വർക്കൊന്നും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഈ ഒരു ഹാമ്പർ ഇനി സെൻഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് താങ്ക് യു കാർഡ് തീർന്നു പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇനി താങ്ക് യു കാർഡും കൂടി സെറ്റ് ചെയ്യണം. ഇങ്ങനത്തെ ഈ ഗിഫ്റ്റ് ഹാമ്പർ, കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പ്രൊഫഷൻ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിലേക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റാറുണ്ട്, ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരാറില്ല. നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ ഒരു ഓർഡറിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇതിലേക്കുള്ള കാര്യങ്ങൾ, സ്റ്റിക്കേഴ്സ് ആയാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ UAEയിൽ പുറത്തേക്ക് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ദുബായിൽ നല്ല ഒരു എമൗണ്ട് ആവും. അപ്പോൾ നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സിന് അങ്ങനെ ചെറിയ എമൗണ്ടിനൊന്നും കാര്യങ്ങൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ എൻ്റെ ഒരു പ്രൊഫഷൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ അറിയുന്ന കാരണം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു IT ഫീൽഡിലുള്ള ആളായതുകൊണ്ട് തന്നെ ആളുടെ കയ്യിലിങ്ങനെ ഈ കമ്പ്യൂട്ടർ, പ്രിൻ്റർ അതൊക്കെ ഉണ്ടായിരുന്നു. ആളധികം യൂസ് ചെയ്യൊന്നുമില്ല. പക്ഷേ ഞാനിങ്ങനെ വർക്ക് ഫ്രം ഹോം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ അതൊക്കെ എനിക്ക് കിട്ടി. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് എക്യുപ്മെൻറ്റ്സ് കൂടി മേടിച്ചിട്ടുണ്ടായി. അതായത് ഈ പേപ്പർ കട്ടിങ് മെഷീന്, ലാമിനേഷൻ മെഷീന്, പിന്നെ അങ്ങനത്തെ ഹീറ്റ് പ്രസ് മെഷീന്, അങ്ങനത്തെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായി. അതൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന സേവിങ്സ് വെച്ചിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. കാരണം എനിക്ക് ചെറുപ്പം മുതലേ ഈ ക്രാഫ്റ്റ്, ഡ്രോയിങ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു ഏണിങ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ട്. ഇതൊരു വലിയ ജോലിയായിട്ടൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല. കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതും കൂടിയൊക്കെ ആയപ്പോഴാണ് എനിക്കിപ്പോൾ ഈ ഒരു വർക്ക് ഫ്രം ഹോം ചൂസ് ചെയ്തതിൽ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു ലാമിനേറ്റ് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഈ ഒരു കാർഡ്. ഞാൻ ചെറിയൊരു എഡിറ്റിങ് വരുത്തിയിട്ടുണ്ടായിരുന്നു കാർഡിൽ. കാരണം ആദ്യത്തെ കാർഡ് കുറച്ച് വലുതായിരുന്നു, എനിക്കത് ചെറുതാക്കണമെന്ന് തോന്നി. അപ്പോൾ ആ ഒരു കാർഡ് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തത്. അതിൻ്റെ കൂടെ ഞാനൊരു ക്രഞ്ചീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു താങ്ക് യു വേർഡ്സ് എഴുതുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മൾ ഡെലിവറി, ഇപ്പോൾ ആൾ വരും, ഡെലിവറി ചെയ്യാനുള്ള ഏജൻറ്റ് വരും. ആൾ വന്നത് കളക്ട് ചെയ്തിട്ട് 1 ഡേ ഡെലിവറിയാണ്. ഇന്ന് ഡെലിവറിക്ക് വേണ്ടി ആൾ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ ദിവസം അത് കസ്റ്റമറിന് റിസീവ് ആവും. അങ്ങനത്തെ അത്രയും ഫാസ്റ്റായിട്ടുള്ള ഡെലിവറിയാണ്. അപ്പോൾ അധികം ടൈമൊന്നും എടുക്കില്ല ഡെലിവറിക്ക് വേണ്ടിയിട്ടായാലും. പിന്നെ ഇന്നത്തെ ഈ ഒരു എനിക്ക് വർക്ക് എന്ന് പറയാൻ ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എനിക്കങ്ങനെ കുറേ വർക്കൊന്നും ഞാനങ്ങനെ കമ്മിറ്റ് ചെയ്യാറില്ല.
പിന്നെ കുറച്ച് ലോണ്ട്രി ഉണ്ടായിരുന്നു, അത് ചെയ്ത് കഴിഞ്ഞു. ഹസ്ബൻഡിൻ്റെ കൂടെ ചെറിയൊരു തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ വീടിൻ്റെ ബാക്കിലത്തെ ഒരു വ്യൂ ആണ്. നല്ല രസം ഈ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ടൊക്കെ. എപ്പോഴും കിളികളുണ്ടാവും ഈ ഒരു മരത്തിൽ. അങ്ങനെ രാവിലെ വൈകിട്ട് അങ്ങനെയൊന്നുമില്ല, എല്ലാ ടൈമിലും നിറച്ച് കിളികളായിരിക്കും. പിന്നെ ഇത് ഞാൻ ലോണ്ട്രി എടുത്ത സ്റ്റാൻഡ് വന്ന് ഡ്രസ്സ് ഉണങ്ങിയത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ മടക്കി വെക്കും. കാരണം എന്താ വെച്ചാൽ അത് ഇവിടെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് കഴുകാനുള്ള ഒരു വകുപ്പ് എൻ്റെ മോളുണ്ടാക്കി തരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡ്രസ്സ് കൂട്ടിയിടാറില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇഫ്താറിനുള്ള പ്രിപ്പറേഷനാണ്. ഞാൻ മട്ടനാണ് കറി വെക്കുന്നത്. മട്ടൻ ഞാൻ അങ്ങനെ അധികം മേടിക്കാറില്ല. ഞങ്ങൾ കൂടുതലും ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അങ്ങനെയാണ് മേടിക്കാറുള്ളൂ. പക്ഷേ റമദാൻ ആയതുകൊണ്ട് ഇപ്പോൾ തുടക്കത്തിലല്ലേ വെച്ചിട്ട് ഞാൻ മട്ടൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊക്കെ പ്രിപ്പയർ ആണ്. ഞാൻ സാധാരണ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ 1 വീക്കിനുള്ളത് ഉണ്ടാക്കി വെക്കും ഫ്രിഡ്ജിൽ. കുറേ അത് വലിയൊരു ടൈമിനായിട്ട് ഉണ്ടാക്കി വെക്കില്ല. കാരണം അതിൽ ഓയിലൊക്കെ ഒഴിച്ച് അതിൻ്റെ ടേസ്റ്റ് മാറുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് ചാനലിലൊക്കെ കുറേ കണ്ടിരുന്നു അത് സ്റ്റോർ ചെയ്യാനുള്ള കുറേ ടിപ്സ്. പിന്നെ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെടാത്ത കാരണം ഞാൻ 1 വീക്കിനുള്ളതൊക്കെയാണ് ഉണ്ടാക്കി വെക്കാറുള്ളത്. ഇതിപ്പോൾ ഇന്ന് അതെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ മട്ടൺ ചെറിയതായിട്ട് ഇനി കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് ഈ മട്ടൺ റെസിപ്പി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ പറയുകയാണെങ്കിൽ റെസിപ്പി എൻ്റെ ഫോളോ ചെയ്യാതിരിക്കുന്നതായിരിക്കും മച്ച് ബെറ്റർ. കാരണം നല്ല റെസിപ്പീസ് നമുക്ക് വേറെ ചാനലിൽ നിന്ന് കിട്ടുമല്ലോ. എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കുക്ക് ചെയ്യാനൊക്കെ. ഇപ്പം ഞാൻ എങ്ങനെ എളുപ്പത്തിൽ കുക്ക് ചെയ്യാം എന്നുള്ള റിസർച്ച് ചെയ്ത് നടക്കുന്ന ആളാണ്. കാരണം ഇപ്പോൾ മോളൊക്കെ ആയ കാരണം ഭയങ്കര ബിസിയല്ലേ. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെ വേഗം തീർക്കാമെന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. മുന്നേ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കും. കാരണം നമുക്ക് കുറേ ടൈമുണ്ടല്ലോ കല്യാണത്തിന് മുന്നൊക്കെ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്ര വലിയ ഫുഡിയൊന്നുമല്ല. കഴിക്കുന്ന ഭക്ഷണം ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. വളരെ ലിമിറ്റഡായിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ മട്ടൺ ചെറുതായിട്ട് അരിഞ്ഞ് അത് വാഷ് ചെയ്ത് സ്ട്രെയിനറിലിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. ബയാരാസിൻ്റെ ഞാൻ സാധാരണ നാട്ടിൽ നിന്ന് പൊടി കൊണ്ടുവരാറാണ്. അപ്പോൾ അത് തീർന്നു പോയപ്പോൾ ഞാൻ മേടിച്ചതാണ് ബയാരാസിൻ്റെ ബ്രാൻഡിൻ്റെ. അത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പോലെ നല്ല പൊടിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അത്, ഉപ്പ്, പിന്നെ ഗരം മസാല, ഇതൊക്കെ കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു വെള്ളമൊക്കെ ഇറങ്ങും. നമ്മൾ എക്സ്ട്രാ വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരില്ല. വേറെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് അടി പിടിക്കുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ടേസ്റ്റ് മാറിപ്പോവും നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതങ്ങനെ അടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ പേടിയുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് മാത്രം. ഇതൊരു 4 വിസിൽ വന്നു കഴിഞ്ഞാൽ മട്ടൻ നന്നായി വെന്ത് കിട്ടും. പിന്നെ ഇത് ചെറുള്ളിയാണ് ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് അങ്ങനെ അരിഞ്ഞെടുക്കാൻ മടിയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള യൂസ് ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ 2 കൈ നിറയെ ചെറുള്ളി എടുത്തിട്ടുണ്ട്. എനിക്ക് കുറേ ചെറുള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഹസ്ബൻഡിൻ്റെ ഒരു മാമ അവിടെ വെജിറ്റബിൾ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആളുടെ സ്വന്തം ബിസിനസ്. അപ്പോൾ അവിടെ ആളെ വിസിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫ്രൂട്ട്സും ഇതേപോലെ എന്തെങ്കിലും വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ കുറേ ബൾക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അത് തീരുന്നുണ്ടെങ്കിൽ കുറേ കാലം ഉണ്ടാവും അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുള്ളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചെറുള്ളി അതൊന്ന് ഉപ്പിട്ടിട്ട് വഴറ്റി കഴിഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞത്, തക്കാളി, പിന്നെ ഇതിലേക്ക് പൗഡറിന് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ്. നമ്മൾ മേടിക്കുന്ന പൗഡറിനേലും നല്ലത് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ മിക്സിയിൽ. പിന്നെ ഈ മട്ടൻ വേവിച്ച വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കി മട്ടനും കൂടി ഇട്ട് ഒരു 5-10 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള മട്ടൻ കറിയായിട്ട് കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. ഈ ചെറുള്ളി സ്കിപ്പ് ചെയ്തിട്ട് വെല്ലുള്ളി ആക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തീരും കേട്ടോ പണി. പിന്നെ ഇനിയിപ്പോൾ ഇഫ്താറിനുള്ള ഫ്രൂട്ട് സലാഡ് പ്രിപ്പയർ ചെയ്യണം. ഞാനങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലും കാണുന്നൊരു പരിപാടിയാണ്. ഇഫ്താറിൻ്റെ ടൈമിൽ നമ്മളിങ്ങനെ കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് കുറേ ഫ്രൂട്ട്സ് കുറേ പാത്രത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും. പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊന്നും
കുറയുമല്ലോ, കളർ മാറിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ പോയാലും ഫുഡ് വേസ്റ്റാക്കി പോണേ കണ്ടിട്ടുണ്ട്. റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡിൻ്റെ ഒരു മഹത്വം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഞാനപ്പോൾ അതിന് കണ്ടെത്തിയിട്ടുള്ളൊരു ഐഡിയ ആണ് ഇതേപോലെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണോ അതൊക്കെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിന് ഡ്രാഗൺ ഫ്രൂട്ട്, ആപ്പിൾ, പിന്നെ പിയേഴ്സ് അതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് ഇഷ്ടമുണ്ടോ അതൊക്കെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നട്ട്സ്, ഞാനിപ്പോൾ പീനട്ട്, ആൽമണ്ട്, കാഷ്യൂ അതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചിയാ സീഡും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കയ്യിൽ എന്ത് നട്ട്സാണുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ, അതായത് പിസ്ത, വാൾനട്ട്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ചിയാ സീഡ് ഓപ്ഷണലായിട്ടാണ്. ഞാൻ പിന്നെ ചിയാ സീഡ് കഴിക്കുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ട് മാത്രം ഒരു സ്പൂണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു സ്വീറ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. നിങ്ങൾ കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ഹണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയൊരു മധുരം വേണമെന്നേ ഉള്ളൂ. പിന്നെ അതത്ര ഡ്രൈ ആയിട്ടുള്ളത് അങ്ങനെ വീട്ടിലധികം ഇഷ്ടമില്ല. അപ്പോൾ അത് ഞാനൊരു കുറച്ച് പാൽ, ഒരു 3-4 ടേബിൾ സ്പൂൺ ഫ്രഷ് മിൽക്ക് മാത്രം യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിന് കഴിക്കുന്ന നേരത്തെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി, നല്ല അടിപൊളി സലാഡ് റെഡിയാവും. അതങ്ങനെ വേസ്റ്റായി പോയിട്ടില്ല കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. ഇതാകുമ്പോൾ നമുക്ക് കുറേ പാത്രങ്ങളൊന്നും കഴുകുകയും വേണ്ട, ഫുഡ് വേസ്റ്റ് ആവില്ല, അതെങ്ങനെ പോയാലും നമ്മൾ കഴിച്ചു പോകും. പിന്നെ ജ്യൂസിന് ഞാനിപ്പോൾ ഇന്ന് ചിക്കു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മിക്ക റമദാനിക്കും ഈ ഒരു റെസിപ്പീസ് മെനു സെയിം തന്നെ ആയിരിക്കും കേട്ടോ ഏകദേശം. അങ്ങനെ കുറേ ഫുഡൊന്നും അങ്ങനെ പ്രിപ്പയർ ചെയ്യാറില്ല. ഇതിപ്പോൾ ചിക്കു ജ്യൂസിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ. ചിക്കു കട്ട് ചെയ്തതും പിന്നെ ഷുഗർ, പാല്. ഞാൻ വെള്ളം ഒഴിക്കാറില്ല. അവക്കാടോ, ചിക്കു ഇങ്ങനത്തെ ഒന്നും ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ തീരോട്ടും വെള്ളം ഒഴിക്കാറില്ല. ഞങ്ങൾക്ക് 2 പേർക്കല്ലേ വേണ്ടുള്ളൂ, അപ്പോൾ അധികം വേണ്ടാനും. അപ്പോൾ ജ്യൂസ് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ സ്നാക്കിന് ഞാനിന്ന് ചില്ലി ബജിയാണ് ഉണ്ടാക്കുന്നത്. ഈ സ്നാക്കിൻ്റെ കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ അത് ഒന്നുകിൽ ചില്ലി ബജി ആയിരിക്കും, സാധാരണ ബജി, അല്ലെങ്കിൽ കട്ട്ലറ്റ്, പിന്നെ സമൂസ. മിക്ക ദിവസവും സമൂസ തന്നെ ആയിരിക്കും. അല്ലാതെ കുറേ വെറൈറ്റി സ്നാക്സൊന്നും ഞാനങ്ങനെ ട്രൈ ചെയ്യാറില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹസ്ബൻഡ് അത്ര ഫുഡി അല്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രമായിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പം മുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണമൊക്കെ കഴിയുന്നതിന് മുന്നേ യൂട്യൂബിൽ എന്തൊക്കെ പുതിയ വെറൈറ്റി സ്നാക്സ് വന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ വീട്ടിൽ ട്രൈ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ കുക്ക് ചെയ്യാൻ. ഇപ്പം അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ കടലപ്പൊടി, പിന്നെ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ, പിന്നെ കായം, നുള്ളു ഉപ്പ്, പിന്നെ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ കുറച്ച് അതും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനും മോൾ എത്തിയിട്ടുണ്ട് ഡേ കയറിയത്. മോൾ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഇഫ്താറിൻ്റെ പണിയൊക്കെ ഞാൻ തീർത്ത് വെക്കും. ഇനിയിപ്പോൾ ഈ ഒരു ചപ്പാത്തി ചൂടാൻ മാത്രമേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികളൊക്കെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം മോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മോളെ നോക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. കാരണം ആൾ ഇത്തിരി ഹൈപ്പർ ആക്റ്റീവ് ആയ കാരണം വലിഞ്ഞു കയറും എല്ലാത്തുമ്മിലും. അപ്പോൾ അവളെ ശ്രദ്ധിക്കാൻ അവളെ തന്നെ നോക്കിക്കണം. കാരണം എല്ലാ പണി ഞാൻ അവൾ വരുന്നതിന് മുന്നേ തന്നെ തീർത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും എങ്ങനെയാണ് നിങ്ങളുടെ റമദാൻ, എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, മക്കളെ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങൾ നടത്താറ്, അങ്ങനെ കുറച്ച് ടിപ്സൊക്കെ കമൻറ്റിൽ വീഡിയോയുടെ താഴെ പറയുക. പിന്നെ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു റമദാൻ വിശേഷങ്ങൾ. പിന്നെ നോമ്പ് തുറന്ന് തറാവി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്താഴത്തിന് നമ്മൾ ജീരകക്കഞ്ഞിയാണ് യൂഷ്വലി കഴിക്കാറുള്ളത്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ ബൈ.